ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇനി ഞങ്ങൾ ഒരു ഈവനിങ് ട്രിപ്പ് അടിക്കാന്ന് വെച്ചു. വേറെ എങ്ങുമല്ല, ബാംഗ്ലൂർ തന്നെ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 36 കിലോമീറ്റർ ഉണ്ട്. ദേവനഹള്ളിക്ക് അപ്പുറമാണ്. അവധി ലേക്ക് എന്നാണ് സ്ഥലത്തിന്റെ പേര്. അപ്പോ 2 ദിവസമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്ങോട്ടേലും ഒന്ന് ഈവനിങ് ഒന്ന് പുറത്തു പോവാ. കുറെ ദിവസമായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് മടുത്തു. അപ്പോ ഇന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ വന്നപ്പോ ഇന്ന് പോവാൻ തീരുമാനിച്ചു. ആക്ച്വലി ഞങ്ങൾ ഈ ദേവനഹള്ളിയിലായിരുന്നു 2 വർഷം. ഈ 2 വർഷം ഉണ്ടായിട്ട് ഇങ്ങനെ സ്ഥലം ഞങ്ങള് ഇവിടെ കണ്ടില്ല. നമ്മൾ ഇവിടെ എപ്പോഴും സ്ഥലങ്ങള് ഇങ്ങനെ നോക്കാറുണ്ട് അടുത്ത് കറങ്ങാൻ പോവാനൊക്കെ. പക്ഷെ ഈ സ്ഥലം ഇതുവരെ കണ്ടില്ല. എപ്പോഴും നമ്മളിവിടെ നിയർ ബൈ ഉള്ള നന്ദി ഹില്ല് അല്ലെങ്കിൽ ആദിയോഗി, ഇവിടെ ട്രീ പാർക്ക്, ഫോർട്ട്, ഇതൊക്കെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് നമ്മള് ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് അറിയുന്നത്. നമ്മള് ഗൂഗിൾ ഫോട്ടോസിലൊക്കെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു പ്രതീക്ഷയില് പോവാണ്. പോയി നോക്കാം. സൺസെറ്റ് കാണാമെന്നും പറഞ്ഞാണ് ഇറങ്ങിയത്. പക്ഷെ ക്ലൗഡിയാണ്. എന്തായാലും സ്ഥലം ഒന്ന് പോയി നോക്കാം കരുതിയാണ്. ഇപ്പോ ഏകദേശം ഇനി ഒരു 6 കിലോമീറ്ററും കൂടെ ഉണ്ട്. അപ്പോ ദേവനഹള്ളി റൂട്ട് ആയതുകൊണ്ട് തന്നെ, അതായത് എയർപോർട്ട് റൂട്ട് ആയതുകൊണ്ട് ട്രാഫിക്കിന്റെ പ്രശ്നമൊന്നും വരത്തില്ല. ഹെബ്ബാല് കഴിഞ്ഞാൽ പിന്നെ ട്രാഫിക് അധികം വരത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. 36 ഐ തിങ്ക് 40 അടുത്തുണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമാണ്. നന്ദി ഹില്ലിലേക്ക് നമ്മൾ ദേവനഹള്ളിയിൽ തിരിയുന്നത് അതേ വഴി തന്നെയാണ് നമ്മൾ തിരിയുന്നത്. മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു നിയർ ബൈ നന്ദി ബെട്ട അങ്ങനെ എന്തോ ഞാൻ കണ്ടു. അപ്പൊ നമുക്ക് പോയി നോക്കാം. പോയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഇതിപ്പോ നമ്മൾ നന്ദി ഹില്ലിലേക്കുള്ള റോഡിൽ നിന്ന് തിരിഞ്ഞു. മെയിൻ റോഡിൽ നിന്ന് നന്ദി ഹില്ലിലേക്കുള്ള റോഡ് തിരിഞ്ഞിട്ട് അതേ റോഡ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു 5.6 കിലോമീറ്റർ ആണ് ഇപ്പൊ കാണിക്കുന്നത്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് അവധി ലേക്ക്. അവധി ലേക്ക് നമ്മുടെ ദേവനഹള്ളി താലൂക്കിലെ അവധി വില്ലേജിലാണ് ഉള്ളത്. ഡിസ്റ്റൻസ് ഫ്രം മജസ്റ്റിക് നോക്കുകയാണെങ്കിൽ അറൌണ്ട് 45 കിലോമീറ്റർ വരും. അവധി ലേക്ക് സിറ്റ്സ് റൈറ്റ് അറ്റ് ദ ബേസ് ഓഫ് അവധി ബെട്ട. ഫ്രം ദ ലേക്ക് യു വിൽ ഗെറ്റ് ബ്യൂട്ടിഫുൾ വ്യൂസ് ഓഫ് ദിസ് ഹിൽ ആൻഡ് യു ക്യാൻ സ്പോട്ട് ദ ഔട്ട്ലൈൻ ഓഫ് നന്ദി ഹിൽസ് ഓൾസോ. ഇഫ് യു ആർ എ പേഴ്സൺ ഹു ലൈക്സ് ട്രെക്കിംഗ്, യു ക്യാൻ ഡു എ സ്മോൾ ട്രെക്ക് അപ് ടു ദ ഹിൽ ആൻഡ് ദ ടോപ്പ് യു വിൽ ഫൈൻഡ് ശ്രീലക്ഷ്മി തിമ്മരായ സ്വാമി ടെമ്പിൾ. ഇനി 150 മീറ്ററും കൂടിയേ ഉള്ളൂ. ഇതാണെന്നാണ് തോന്നുന്നത്. ഇവിടെ അത്യാവശ്യം വണ്ടികളൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. നല്ല സ്ഥലമാണെന്ന് തോന്നുന്നു. പാർക്കിങ്ങിന് ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. പാർക്കിംഗ് പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്, അവധിയിലേക്ക്. കാണാൻ നല്ല ഭംഗിയുണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ സൺസെറ്റ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. കാര്യം അതിന് പറ്റിയൊരു സ്ഥലമാണ് കാണാനുള്ള. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് കാണാൻ പറ്റുന്നുണ്ട്. 2 ബോട്ട് കിടപ്പുണ്ട്. അങ്ങേ സൈഡിൽ ഒരു പെഡൽ ബോട്ട് കിടപ്പുണ്ട്. പിന്നെ അവിടെ ഒരു പെഡൽ ബോട്ട് കിടപ്പുണ്ട്. പക്ഷെ ആളെ ഒന്നും കാണുന്നില്ല. പക്ഷെ അങ്ങേ സൈഡിൽ ഒരു പെഡൽ ബോട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു റിസോർട്ട് പോലെ എന്തോ ഒരു സെറ്റപ്പ് കാണുന്നുണ്ട്. അതിൻ്റെ ആണോ എന്ന് ഒരു സംശയം.
അപ്പോൾ ഗൈസ് ഇവിടെ നല്ല തവ ഫ്രൈ, മീൻ തവ ഫ്രൈ കിട്ടുമെന്ന് ഞങ്ങൾ വീഡിയോയിൽ കണ്ടായിരുന്നു. ഇവിടെ ഒരു കടയിൽ നിന്ന് പുക പൊങ്ങുന്നുണ്ട്. അത് നോക്കി വന്നപ്പോൾ അവിടെ മീൻ പൊരിക്കുന്നുണ്ട്. നമുക്കൊന്ന് പോയി വാങ്ങി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഫാമിലി ആയിട്ടാണെങ്കിൽ ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്, അവിടെ ഇരുന്നാൽ മതി. ഇവരുടെ ഒരാള് അവിടെ വന്ന് ഓർഡർ എടുക്കുമെന്നാണ്. നമ്മളവിടെ പോയി ഇരിക്കുകയാണ്. കോൺസി ഫ്രൈ ചെയ്യോ? ആംപ്ലേറ്റ്. ആംപ്ലേറ്റ് രണ്ട് पामलेट फ्राई। हाँ, 2 प्लेट। 1 प्लेट में कितना पीस आता है? एक जोड़ी। ठीक है, हाँ 2। फोन पे होता है ना? फोन पे, गूगल पे वगैरह? ठीक है। നമ്മൾ 2 പാംലെറ്റ് ഫ്രൈ ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്ലേറ്റിൽ 2 ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഈ വ്യൂവും കൊണ്ട് ഇവർ ചെറിയൊരു സെറ്റപ്പ് പോലെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, മുളയൊക്കെ അടിച്ചിട്ട്. ഇവിടെ ഇരുന്ന് നമുക്കിത് കഴിക്കാം, ഈ കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ട് കഴിക്കാം. അതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. പക്ഷെ ഇവർ കുറച്ചും കൂടി ഒന്ന് ഇവിടെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ നല്ല ഇതായിരിക്കും. കച്ചവടവും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ നടക്കുമെന്നുണ്ട് തോന്നുന്നത്. നമ്മുടെ പാംലെറ്റ് ഫ്രൈ വന്നിരിക്കുകയാണ്. രുചി എങ്ങനെയുണ്ട്? വലിയ കാര്യത്തിൽ ഞങ്ങൾ അവിടെ പോയി ഇരുന്ന, പക്ഷെ മൊത്തം പട്ടിയുടെ ശല്യമാണ്. നമ്മളൊന്നും ചെയ്യില്ല, എന്നാലും മണം പിടിച്ച് മീനിൻ്റെ ഇങ്ങനെ കറങ്ങി നടക്കാം. നമ്മൾ വന്നിട്ട് കാറിൽ കയറിയിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇവിടെ വന്നു, സൺസെറ്റ് കാണാൻ പറ്റിയില്ല, അതായിരുന്നു നമ്മുടെ ഉദ്ദേശം. പക്ഷെ ക്ലൗഡി ആയതുകൊണ്ട് സൺസെറ്റ് കാണാൻ പറ്റില്ല. എങ്കിലും നല്ലതായിരുന്നു. പിന്നെ മീൻ കഴിച്ചു, മീനും നല്ലതായിരുന്നു. അത് ഒരു പ്ലേറ്റിന് ഒരു 2 പീസിന് 100 രൂപയാണ് ഈടാക്കുന്നത്. ഇച്ചിരി ചാർജ് കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. നമ്മളൊരു എൻജോയ്മെന്റിന് വേണ്ടി വരുമ്പോൾ വലിയൊരു ഇവിടുന്ന് തന്നെ അവർ ലൈവായിട്ട് തന്നെ പിടിച്ച് ഫ്രഷ് ആയിട്ട് വറക്കുന്നതാണ്. പിന്നെ ഇവിടെ വരെ ബാംഗ്ലൂര് ഒരു ദിവസം വരുന്ന വർത്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് ദിവസം വേണമെങ്കിലും ഈവനിങ് ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഒന്ന് ഒരു സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നവർക്ക് ഓക്കെ ആണ്. ഓക്കെ, അധികം റഷ് ഇല്ലാത്ത റോഡുമാണ്, നമുക്ക് പാർക്കിംഗ് ഫെസിലിറ്റിയും ഉണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്ന ഒരു ഈവനിങ് ഔട്ടിംഗ് ആണ്. പിന്നെ സൺഡേയിലൊക്കെ എങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി നമുക്കറിയില്ല, നമ്മളിപ്പോൾ ഓഫ് ഡേയിൽ വന്നുകൊണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണുന്നിടം വരെ ബൈ.